ആ പാർസൽ ആയിക്കോട്ടെ. വേറെ എന്തെങ്കിലും വേണോ? ശരി, 2 മിനിറ്റ് ഇതാ. ബോട്ടി പൊളി ബോട്ടി 2 ബോട്ടി. ഇന്ന് നമുക്ക് കണ്ണൻ്റെ കടയിൽ ബോട്ടിയാണ് ടേസ്റ്റ് ചെയ്താലോ. കുറേ കാലമായി തട്ടുകടയിൽ ബോട്ടി കഴിച്ചിട്ട്. നല്ല ടേസ്റ്റാണ്. കണ്ണൻ ഭയങ്കര ബിസിയാണ്, നിന്ന് തിരിയാൻ സമയമില്ല. കണ്ണൻ്റെ തട്ടുകട ഉള്ളത് ഒറ്റപ്പാലം അശ്വിനി ഹോസ്പിറ്റലിൻ്റെ ഓപ്പോസിറ്റാണ്. ബീഫിൻ്റെ ആ ബീഫ് ബോട്ടി. കപ്പയും മട്ടൻ ബോട്ടി ഉണ്ട്, കപ്പയും ബീഫുണ്ട്. ആ ആശാന കഴിഞ്ഞോ? ആ ചപ്പാത്തി 6 മതി. ബീഫില്ലാത്ത ആണ്ടേ. ആ പാർസൽ ആയിക്കോട്ടെ. വേറെ എന്തെങ്കിലും വേണോ? ശരി, 2 മിനിറ്റ് ഇതാ. എനിക്ക് 10-15 വർഷമായിട്ട് കണ്ണനെ പരിചയമുണ്ട്. അന്ന് തട്ടുകട റോഡിനോട് ചേർന്നായിരുന്നു, അതായത് അശ്വിനി ഹോസ്പിറ്റലിൻ്റെ നേരെ മുന്നിൽ. പിന്നെ മുനിസിപ്പാലിറ്റി തട്ടുകടകളൊക്കെ ഒഴിവാക്കിയ ടൈമിലാണ് കണ്ണൻ ഇങ്ങനൊരു സെറ്റപ്പിലേക്ക് മാറിയത്. സംഭവം തട്ടുകട തന്നെ, അതേ രുചി തന്നെയാണ്. പഴയ തട്ടുകട അതേ ടേസ്റ്റ് തന്നെ. അതായത് ബോട്ടിയിലെ മസാല, ബീഫ് ബോട്ടി ഉണ്ട്, മട്ടൻ ബോട്ടി ഉണ്ട്, ഇഡ്ഡലി, പൊറോട്ട, വെള്ളയപ്പം, അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ട്. ബീഫ്, ചിക്കൻ പാർട്സ്, എല്ലാ ഐറ്റംസും. പിന്നെ കണ്ണന് നിന്ന് തിരിയാൻ സമയമില്ല. പിന്നെ അത്യാവശ്യം ഇരുന്ന് കഴിക്കാനുള്ള സെറ്റപ്പ് ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ. എന്തായാലും 2 ബീഫ് ബോട്ടി പറഞ്ഞിട്ടുണ്ട്. കുറേ കാലമായി ബീഫ് ബോട്ടി കഴിച്ചിട്ട്. പ്രത്യേക ടേസ്റ്റാണ് ഈ തട്ടുകടയിൽ നിന്ന് കഴിക്കുന്ന ബീഫ് ബോട്ടിയും അതിൻ്റെ മസാലയും. പിന്നെ ചൂട് ഇഡ്ഡലിയിൽ ചട്നി, അതിലൊരു സിംഗിൾ ഓംലേറ്റൊക്കെ, ഒരു 1 സൈഡ് വേവായിട്ടൊരു ഓംലേറ്റ് ഉണ്ട്. രക്ഷയില്ല, കിടിലാണ്. അതാണ് പണ്ട് സ്ഥിരമായിട്ട് കഴിച്ചിരുന്നത്. എന്തായാലും എൻ്റെ ബോട്ട് റെഡി ആയിട്ടുണ്ട്. അല്ലേ ഇതെത്ര? 2 ബോട്ടി മാത്രമേ ഉള്ളൂ. 140. കണ്ണൻ്റെ തട്ടുകടയുടെ സ്പോട്ട് ഒന്നുകൂടിയും പറയാം. അശ്വിനി ഹോസ്പിറ്റലിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഇത് വരുന്നത്. പ്രിയ ഹോട്ടൽ, പ്രിയ ലോഡ്ജ്, അതിൻ്റെ അതേ ലൈനിൽ, ലക്ഷ്മി തിയേറ്ററിൻ്റെയും പ്രിയ ലോഡ്ജിൻ്റെയൊക്കെയും ആ ലൈനിലാണ് ഇത് വരുന്നത്. എണ്ണക്കടികളൊക്കെ ഉണ്ട് കേട്ടോ. ഓംലേറ്റ് നോക്കി എന്താ കാണാൻ ചന്തം. അങ്ങനെ വീട്ടിലെത്തി ആ ബോട്ടി കാണാൻ എന്താ രസം. ഓ, കാണുന്നത് എന്താ ചേര്. ആ മസാലയുടെയൊക്കെ മണം. അതിങ്ങനെ നുള്ളി എടുത്ത് ഇങ്ങനെ നോക്കി കുരുമുളക് എടുത്ത് കാണിക്കണം. രക്ഷയില്ല, ഒരു പ്രത്യേക ടേസ്റ്റ് കേട്ടോ. അതിനൊരു നുള്ളെടുത്ത് നല്ല പൊറോട്ട, ചൂടുള്ള പൊറോട്ടയിൽ ഇങ്ങനെ വെച്ചിട്ട് കുറച്ച് ഗ്രേവി ഉണ്ട്, പൊറോട്ട കൂടെ കിട്ടി ഗ്രേവിയാണ്, അതും കൂടി അതിലേക്ക് ഒഴിച്ച് നല്ല പൊറോട്ട ഇങ്ങനെ നുള്ളി എടുക്കണം. ഉള്ളി എടുത്തിട്ട് ആ ഗ്രേവിയിൽ കുറച്ച് മുക്കി ആ ബോട്ടിയിൽ അതിനിങ്ങനെ പിടിച്ച് ഇങ്ങനെ കഴിച്ചിട്ടുണ്ടല്ലോ, ഒരു രക്ഷയില്ലല്ലോ മക്കളെ. എന്താ ടേസ്റ്റ്. ഈ വഴിയൊക്കെ വരുമ്പോൾ ഒന്നുകൂടെ കയറി നോക്ക്.